ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൻ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് 3 സ്റ്റെപ്പിൽ ചെയ്തെടുക്കാവുന്ന നാടൻ കേരള സ്റ്റൈൽ സാമ്പാറാണ്. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ വേണ്ടത് പരിപ്പും ചെറിയുള്ളിയാണ്. ഇത് വേവിച്ചെടുക്കാനായി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ ബൗളിൻ്റെ ഒരു അളവിലാണ് പരിപ്പ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു കൊഴുപ്പുള്ളൊരു സാമ്പാറാണ് വേണ്ടതെങ്കിൽ പരിപ്പിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചെറിയുള്ളിയാണ്. ഇവിടെ 10 ചെറിയുള്ളിയാണ് എടുത്തിരിക്കണേ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് വെന്ത് കിട്ടാനായി ഈ കുക്കറിന് ഇപ്പോൾ 2 വിസിലാണ് കേൾക്കേണ്ടത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം നോക്കാവുന്നതാണ്. ഇനി സാമ്പാറിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. 2 മുരിങ്ങക്ക, ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ അരിഞ്ഞെടുത്തത്, 5 ബീൻസ്, 2 ക്യാരറ്റ്, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, 2 തക്കാളി, 6 വെണ്ടയ്ക്ക, ആവശ്യത്തിന് മല്ലിയില, 2 തണ്ട് കറിവേപ്പില. ഇനി സാമ്പാറിലേക്ക് വേണ്ട പൊടികൾ നോക്കാം. ആദ്യം തന്നെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, കായത്തിൻ്റെ പൊടി, ഇതേ നെല്ലിക്ക വലിപ്പമുള്ള വാളംപുളി. ഇത് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. അത് പിന്നീട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി താളിക്കാൻ ആവശ്യമായി എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വറ്റൽമുളക്, 3 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കടുക്. പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പച്ചക്കറിയും പൊടികളും ആഡ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി നമുക്ക് ഓരോ വെജിറ്റബിൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയുടെ പകുതിയോളം ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓരോ പൊടികളും ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ കായം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം താളിച്ചെടുക്കലാണ്. അതിനായി നമുക്ക് സാമ്പാർ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അത് കഴിഞ്ഞ് സാമ്പാർ തിളച്ച് വരുമ്പോൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പുളിയും ഉപ്പും പാകമാണോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഒരല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്ക് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായി ഒരു ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. അതിനുശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയില കൂടി
ഇട്ട് കൊടുക്കാം. എല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ കറി തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്കും ഊണിനും ഒക്കെ വേറെ കറി വേണ്ട. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ജോലിക്കാർക്കും ഒക്കെ വളരെ പെട്ടെന്ന് 3 സ്റ്റെപ്പിൽ സിമ്പിളായിട്ട് സാമ്പാർ ഇതേ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. പച്ചക്കറികളൊക്കെ അവരവരുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ. നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെ ഈ ചൂടൻ സാമ്പാറും എന്തെങ്കിലും ഒരു തോരനും ഒരു പപ്പടവും കൂട്ടി കഴിക്കുമ്പോൾ നല്ല സൂപ്പർ സ്വാദാണ്. ഇവിടെ ഇപ്പം പപ്പായ തോരനാണ് കൂടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ സാമ്പാർ ഒന്ന് റെഡിയാക്കി നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.